ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇഫ്താർക്ക് ഇപ്പോൾ ഞങ്ങൾ ചിന്നത് ചിക്കൻ വെച്ചിട്ടുള്ള സ്നാക്സ് ആക്കറല്ലേ. ഇന്ന് ഞങ്ങൾക്ക് മുട്ടയിൽ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പുള്ള സ്നാക്സ് ആയിട്ട് ഞാൻ അവിടെ കാട്ടുறேன். അപ്പോൾ ഇത് ഒന്ന് ഇത് എഗ് ബോണ്ട ഞങ്ങൾ മസാല എല്ലാം വെച്ചിട്ട് എഗ് ബോണ്ട ആക്കറല്ലേ. അതിൻ്റെ റെസിപ്പി കമൻറ്റിൽ കേട്ടിരുന്നാറ്. അപ്പോൾ അതും പിന്നെ ഞങ്ങൾക്ക് ചട്നി എല്ലാം അരച്ചിട്ട് ഒരു മുട്ടയിൽ ഞങ്ങൾക്ക് ഈസി റെസിപ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കറേ ഞാനൊക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു 10 മുട്ട ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ രണ്ടും കൂടി 10 എടുത്തരാം. നിങ്ങൾക്ക് എത്ര വേണം വേണം എത്ര എടുക്കുറോ അതിൽ പിന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ട് മുട്ടയോടെ ഉപയോഗിച്ചിട്ട് പാൻ വെച്ചിട്ട് ಅದಕ್ಕೆ ಎಲ್ಲ ಆಯಿಲ್ ಬಿತ್ತಿட்டு ഒരു നീരുള്ളി ഞാനിവിടെ വലിയ സൈസിൽ ഒരു നീരുള്ളി എടുത്തേ ഞാനിപ്പോൾ ചുമ എഗ് ബോണ്ടാക്കില്ല അപ്പോൾ അത് 10 മുട്ടയിൽ രണ്ടും കൂടി 10 എടുത്തേ അപ്പോൾ ಅದಕ್ಕೆ ಬೇನಾയിട്ടില്ല നിങ്ങൾ ಯಾರ ಬೇನಿಗೆ ಯಾರು എടുക്കുറോ ഒരു നീരുള്ളി പിന്നെ അതിലൊട്ടിಗೆ ഒരു രണ്ട് പച്ചമുളക് അപ്പോൾ അതൊന്ന് കായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു പാതി ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ അത്ര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചെറിയ സ്പൂണിൽ ഒരു 3/4 അല്ലെങ്കിൽ 1 ടീസ്പൂൺ അത്രമേ ആവും അപ്പോൾ അതൊന്നിട്ട് അതും അങ്ങനെ ഒരു തെല്ലിനാറ് അതിൽ ഒരു പച്ചമണ പോയിൽ പിന്നെ പേനായ മസാല പൗഡർ ഇട്ടെങ്കിൽ മസാല പൗഡർ ഞാനിവിടെ മഞ്ഞളുടെ പൊടി അതേപോലെ ഗരം മസാല പിന്നെ തെല്ല് ചില്ലി ഇത് ചിക്കൻ മസാല അതേപോലെ ചില്ലി പൗഡർ ഇത്ര ഇട്ടിട്ട് ഞാനിവിടെ അപ്പോൾ അത് നോക്കിയിട്ട് മസാല പൗഡർ പേന അത്ര ഇട്ട് കൊടുക്കും അപ്പോൾ മസാല പൗഡർ ഇട്ടിട്ട് ഒന്ന് അടിമേലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റത്തിൽ കൊത്തമല്ലി ഉപ്പ് ഇട്ട് കൊടുക്കണം അതിൽ പിന്നെ ഇതിക്ക് ഇപ്പോൾ ഞങ്ങൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിക്ക് ഞങ്ങൾ തെല്ല് തണ്ണി വീത്തി കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂണിൻ്റെ അത്ര തണ്ണി ചുമ വേണ്ട ചെന്നാൽ ഞങ്ങൾക്ക് ആ ഒരു എഗ്ഗ് പേപ്പട്ടിട്ട് അതിൽ ഒരു യെല്ലോ ಇದಕ್ಕೆ ಇಟ್ರಲ್ಲೇ അപ്പോൾ അത് ചുമ ഡ്രൈ ആവും മസാല അപ്പോൾ ಅದಕ್ಕೆ ಒಂದು തെല്ല് തണ്ണി ഒരു രണ്ടോ മൂന്നോ സ്പൂണിൻ്റെ അത്ര തണ്ണി വേയാവും ഉപ്പ് ഇട്ട് കൊടുത്തേ നോക്കിയിട്ട് ഉപ്പ് വേണം എത്ര ഇട്ട് കൊടുക്കും അപ്പോൾ മസാല ഇതാ റെഡി ആയിത്തൂടെ കണ്ണൽ ഇത് എഗ് ബോണ്ടത്തുള്ള മസാല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ಅದಕ್ಕೆ ഒരു ചട്നി ഞങ്ങൾ എഗ്ഗ് ഒരു ചട്നി ഇറക്കണം അപ്പോൾ ಅದಕ್ಕೆ ഞങ്ങൾ അവിടെ റെഡ് ചില്ലി എടുത്തേ അപ്പോൾ പാൻ വെച്ചതിൽ ഇത് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ വിത്ത് കൊടുക്കും അതല്ലെങ്കിൽ വേറെ ഓയിലോ അതിൽ പിന്നെ ഒരു 4-5 റെഡ് ചില്ലി എടുത്തേ പിന്നെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ നീരുള്ളി ഉണ്ടല്ലേ അതുണ്ടെങ്കിൽ അത് എടുക്കും അതില്ലെങ്കിൽ സാധാ നീരുള്ളി എടുത്തെങ്കിൽ അപ്പോൾ ನಾನು ചെറിയ നീരുള്ളി ഇട്ട് കൊടുത്തേ തെല്ല് കുരുടി കണ്ട തെല്ല് സാധാ നീരുള്ളി തെല്ല് കട്ടാക്കി ഇട്ട് കൊടുത്തേ അപ്പോൾ ഇതൊന്ന് കായിട്ട് അപ്പോൾ ഈ ഒരു റെഡ് ചില്ലി നിങ്ങൾക്ക് ഇത് കാരം ഇല്ലാത്ത മുളക് നിങ്ങൾ സാധാരണ കറിയെല്ലാം ആക്കിற ಅವ್ರ മുളക് ഇട്ടിക്കറ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കാരമുള്ള മുളക് നിങ്ങൾ ഇപ്പോൾ ഒഗ്ഗರ್ನಿಗೆಲ್ಲ ഇട്ടിട്ട് മുളക് ഉണ്ടല്ലോ അതൊന്നും കണ്ടെങ്കിൽ അത് എടുക്കുറോ ഈ കാരെല്ലാം ഇഷ്ടമില്ലെങ്കിൽ അത് എടുക്കുക പിന്നെ കാര വേണ്ടെങ്കിൽ ഇതേ മുളക് എടുത്തെങ്കിൽ അപ്പോൾ അത് തെല്ലിനാರ ಅವ್ರ ಎಣ್ಣೆಲಿ ಒಂದು ಜಂಡು കൂടി ഒന്ന് വറുത്തെടുക്കണം കണ്ടത്തല്ലേ ഇതുപോലെ വറുത്തെടുത്തേ അതിൽ പിന്നെ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊത്തമല്ലി സൊപ്പ് തെല്ലുതാ ഇത്ര കൊത്തമല്ലി സൊപ്പ് ഇട്ട് കൊടുത്തേ ടേസ്റ്റിക്ക് വേണം എത്ര ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നിങ്ങൾ തെല്ല് നല്ല മുളക് പൊടി പിന്നെ ഇത് തെല്ല് സുർക്ക വിനീഗറും വെച്ച് കൊടുക്കണം അതിലൊട്ടിಗೆ ഒരു 2 അരി വെല്ലുള്ളി ഇട്ട് കൊടുക്കണം അവിടെ അപ്പോൾ പുളിക്ക് നിങ്ങൾക്ക് വിനീഗറും ആവും അതല്ലെങ്കിൽ ലെമൺ ജ്യൂസോ വിനീഗർ ഉണ്ടെങ്കിൽ അതേ വിത്തറോ വിത്ത് തണ്ണി എന്ത് വിത്തണ്ട ഒന്ന് നല്ല ഒന്ന് അരച്ചെടുക്കും ചുമ നൈസ് ആവുക തീരാ തരിയായിട്ട് അരച്ചെടുക്കും ഇതുപോലെ കണ്ടല്ലേ ഇങ്ങനെ അരച്ചെടുത്ത് എങ്ങെടുത്ത് ഇത് ഇതിനെക്കാട്ടി ചുമ അരയോഗ് തീരാ നൈസ് ആവുക തീരാ ഇനിയിപ്പോൾ ഞങ്ങൾ ബോയിലാക്കി വെച്ച് മുട്ട ഉണ്ടല്ലേ അത് ഇതുപോലെ രണ്ട് ഭാഗമാക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ ഇത് വെച്ചെങ്കിൽ ആ ചട്നി ഞങ്ങൾ റെഡിയാക്കി വെച്ച ചട്നി ഉണ്ടല്ലേ ഇതെന്ന് വെച്ചാൽ പോലെ നല്ല കാരങ്ങ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഞാൻ എടുത്തത് വെച്ചാൽ പോലെ കാരം ഇല്ല അത്ര ഒരു ആ മുളക് ഞങ്ങൾ കാരത്തെ മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാരം ഇഷ്ടമില്ല അನ್ಕണ്ടെങ്കിൽ അത് എടുത്തെങ്കിൽ അപ്പോൾ കാരവും പുളിയും അതെല്ലാം ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് അവർക്ക് ട്രൈ ആക്കി നോക്കറോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് അവർ ചൂടോടെ തിന്നു വെച്ചാൽ നിങ്ങൾ മുട്ട കുറേ നേരം മുന്നലാക്കി വെച്ചാൽ അവർ മുട്ടയെല്ലാം തണുത്തിട്ടിരിക്കറല്ലേ അങ്ങനെ തിന്നെങ്കിൽ അത്ര നല്ലാവില്ല ഞങ്ങൾ ബോയിലാക്കിയിട്ട് ആ ഒരു ചൂടോടെ ഞങ്ങൾ ഇത് ടൈം ആകുമ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ആക്കറെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ ഞങ്ങൾ ഇത് ആ ഒരു ഇത് ബോയിലാക്കി ഒരു ചൂടിക്കറല്ലേ മുട്ടയ്ക്ക് ആ ഒരു ചൂടോടെ നിങ്ങൾ ആക്കിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും ഇതാ എല്ലാം ഇതുപോലെ ആക്കി എടുത്തേ ഇത്ര മുട്ടയിൽ ഞാനിവിടെ ആക്കി എടുത്തേ അപ്പോൾ ആ ഒരു പുളിയും കാറെല്ലാം ഇട്ടാകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കും ഇത് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കൂ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ എഗ്ഗ് ബോണ്ടത്തേക്ക് നിങ്ങൾ മസാല ആക്കി വെച്ചല്ലേ അതൊന്നും ഞങ്ങൾ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് എഗ്ഗ് ബോണ്ടത്തേക്കുള്ള മസാല ഇനിയിപ്പോൾ ഞങ്ങൾ ആ ഒരു മുട്ട ഞങ്ങൾ കട്ടാക്കിയിട്ട് അതിൽ ആ ഒരു യെല്ലോ ഉണ്ടല്ലേ മുട്ടയിലെല്ലാം മഞ്ഞളുണ്ടല്ലേ അത് ഞങ്ങൾക്ക് ഈ മസാലയ്ക്ക് ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത മുട്ട ഇത് ചെറിയ മുട്ട ഇങ്ങനെ കണ്ടല്ലേ ഇങ്ങനെ ചെറിയ മുട്ട അത് വലിയ മുട്ട എടുക്കണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിട്ടിരിക്കും അപ്പോൾ ഈ ഒരു യെല്ലോ കളർ ಇದಕ್ಕೆ പൊടിച്ചിട്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതാ ഈ ഒരു യെല്ലോ കളർ ഇങ്ങനെ തെല്ല് കറുപ്പ് കളർ അവിടെ അല്ല അത് ഞങ്ങൾ ഓവർ ബോയിൽ ആയെങ്കിൽ ആ ഒരു യെല്ലോ നിങ്ങൾക്ക് തെല്ല് കറുപ്പ് ഇങ്ങനെ ബ്ലാക്ക് കളറിലായിട്ട് കണ്ടേ ഒരു പച്ച കളർ ഇക്കടല്ലേ ഡാർക്ക് ആയിട്ടുള്ള അത് നിങ്ങൾക്ക് ഓവർ ബോയിലായെങ്കിൽ അങ്ങനെ അവിടെ ഇത് അപ്പോൾ തെല്ല് ഓവർ ബോയിലായിട്ടിത് അപ്പോൾ ഇതെല്ലാം യെല്ലോ എല്ലാം ഇട്ടിട്ട് ഇതേ മസാലയൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുത്തെങ്കിൽ അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ഞങ്ങൾ ഹാഫ് മുട്ട എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഞങ്ങൾ ഇതിൽ കട്ടുற പോലെ ഇങ്ങനെ മസാല വെച്ചെങ്കിൽ ചെന്ത ഇങ്ങനെ എത്ര ഇങ്ങനെ പ്രസ് ആക്കിയിട്ട് മേൽക്കും ഞങ്ങൾ തെല്ല് വയ്ക്കുക ഒരു ഭാഗം ഫുൾ കവർ അവിടെ പോലെ അങ്ങനെ വെച്ചെങ്കിൽ ഇതുപോലെ കണ്ടല്ലേ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ആക്കി എടുത്തെങ്കിൽ
അപ്പോൾ ഇത് എല്ലാ മുട്ട ഇതുപോലെ ആക്കി എടുത്തിട്ട് അപ്പോൾ ഇതിൽ തെല്ല് മസാല ബാക്കിയേരും ഒരു 2-3 മുട്ടകളുള്ള മസാല ബാക്കിയേരും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പിട്ടൊന്നും ഇത് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കടലയുടെ പൊടി എടുത്തത്. അതേപോലെ തെല്ല് മൈദ ഒരു 1.5 ടേബിൾ സ്പൂൺ എത്ര ആവും മൈദ ഞാൻ എടുത്തത്. അതിൽ പിന്നെ തെല്ല് ഉപ്പ് ടേസ്റ്റ് പിന്നെ എത്ര ഉപ്പ്, അതേപോലെ തെല്ല് മഞ്ഞളുടെ പൊടി, പിന്നെ നിങ്ങൾ തെല്ല് ഗരം മസാല ചുമ വേണ്ട, ഗരം മസാല തെല്ല് ഇട്ടിട്ടാണ്, ചില്ലി പൗഡർ തെല്ല്, പിന്നെ ഇതിൽ കൊത്തമ്പരി സൊപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഒന്ന് നല്ല മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ മസാല പൗഡർ എന്തും ഇല്ലെങ്കിലും കാലിക്കടലയുടെ പൊടി മൈദ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ആക്കുമെങ്കിൽ അങ്ങനെ ആവും. അപ്പോൾ ഈ മസാല പൗഡറെല്ലാം ഒന്നും ഇട്ടിട്ടെങ്കിൽ ഒന്നും കൂടി ആവും ഇത് ഞങ്ങൾ മേലത്തെ കവർക്ക് ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് തെല്ലില്ല തണ്ണി വിത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കും. ചുമ ലൂസാക്കണ കാട്ടുற ഞാൻ എത്ര തിക്കൽ പേനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത് മുട്ട ബജ്ജിക്കുള്ള കറക്റ്റ് ഇത് ഇതായിട്ടിക്കറ് ബാറ്റർ ആയിട്ടിക്കറ് ഇത് ഇത്ര കറക്റ്റ് പൊടിയെല്ലാം കറക്റ്റ് ആയിട്ടിക്കറ് ഇത്ര കാട്ടിയാറ് വേണ്ട തെല്ലല്ലോ അല്ലേ. ഇപ്പോൾ ഈ ഒരു ഗട്ടിൽ കണ്ടല്ലെങ്കിൽ എത്ര ഗട്ടി ഒന്ന് നോക്കിയാറല്ലേ ബാറ്റർ ആ ഒരു ഗട്ടിൽ പേനോ ചുമ ലൂസാക്കണേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് മുട്ടയെല്ലാം ഇതൊക്കെ ഡിപ്പാക്കിയിട്ട് എണ്ണയ്ക്കിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിങ്ങത്ത്. എണ്ണയിലിട്ട് ഫ്രൈ ആക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചുണ്ടെങ്കിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ചുമ ഇത് തീ വേണ്ട, നല്ല ചൂട് പേന എണ്ണക്ക്, പിന്നെ ചുമ ജോറായിട്ട് തീ ജോറാക്കിയിട്ടും വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഒരു സൈഡ് ആവട്ട് കായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിങ്ങത്ത്. പിന്നെ ഈ ഒരു എഗ് ബജ്ജി ഞങ്ങൾക്ക് ഇപ്പോൾ മസാല ഇല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മസാല വെച്ചിട്ടല്ല ആക്കുക, മസാല ഇല്ലാണ്ട് ഞങ്ങൾ ആക്കി എടുക്കുക. കാലി ഞങ്ങൾ ഇപ്പോൾ മുട്ട പോയി പട്ടിയിട്ട് അതിൽ മേലിൽ തില്ല് ഉപ്പ് തില്ല് നല്ല മുളക് പൊടിയെല്ലാം ഇതിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ബാറ്റർ ഇപ്പോൾ ഇതേ സെയിം ബാറ്റർ ഞങ്ങൾ റെഡിയാക്കി ഇങ്ങനെ അതിൽ ഡിപ്പാക്കി അതിൽ മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ആക്കി അങ്ങനെ ആക്കണം മസാല ഇല്ലാണ്ട്. അപ്പോൾ അതിനാണ് അത് കുറേ മുന്നുള്ളതാണ് ഒരു വീഡിയോ ഇട്ടിടുന്നದ್ರೆ കുറേ മുന്നുള്ളൊരു റെസിപ്പി ഇട്ടിട്ടാണ് അതിൽ മസാല ಬೇಕಂಡು മസാല ಬೇಕಂದ್ರೆ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ആക്കി എടുക്കറേ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തെല്ലല്ല ആക്കിറേ, നിങ്ങൾക്ക് ಯಾರ ಬೇನುಂಡು കണ്ടെങ്കിൽ മസാല എല്ലാം നിങ്ങൾ ಯಾರಾക്കിയെങ്കിട്ട്. അപ്പോൾ ഇതൊന്ന് കായിട്ട് അപ്പോൾ ഇതും എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ 2 ടൈപ്പിലുള്ള സ്നാക്സ് കൂടെ റെഡി ആയിട്ട്. അപ്പോൾ എഗ് ബോണ്ട് കണ്ടല്ലേ ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അവർ രണ്ടും ഞങ്ങൾ ചൂടോടെ തിന്നണോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അവർ നോമ്പ് തറക്കും നേരമ്പോൾ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കി കഴിത്ത്. അപ്പോൾ ഇതുപോലെ അത് കണ്ടല്ലേ ഇത് ഞങ്ങൾ മുട്ട ഇങ്ങനെ പൊട്ടി എണ്ണയിലിട്ട് അങ്ങനെ ഡൗട്ടെല്ലാം വേണം. ഇങ്ങനെ മുട്ട ഇട്ടിട്ട് ഫ്രൈ ആക്കുമ്പോൾ കുറേ ആൾക്ക് ഇങ്ങനെ ഡൗട്ട് ഇരിക്കും അതിങ്ങനെ പൊട്ടില്ല എണ്ണയിലിട്ടല്ല. മുട്ടണെങ്കിൽ ഇದ್ರ ಮೇಲ್ಗೆ ಕವರ್ ಆವಡಲ್ಲ ಇದು ಪಿಟ್ಟೆಲ್ಲ ಕವರ್ ಆವಡಲ್ಲ അപ്പോൾ നിങ്ങൾ അത് പൊട്ടില്ല. അപ്പോൾ ഇത് കട്ടാക്കി ആട്ടെ. ഇതിലിപ്പോൾ ഞാൻ ഒന്ന് ചട്നി വെച്ചിട്ടും ഞാൻ ആക്കിയിരുന്നത് ഇത് കണ്ടല്ലേ. നിങ്ങൾ ഒരു ചട്നി അരച്ചില്ല ഒരു ചട്നി വെച്ചിട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കിയത്. അതും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയാലേ ഈസി റെസിപ്പി ആയിട്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പേരിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.